ഇല്ലയോ? ഇപ്പം മുകേഷ് അംബാനിക്ക് ശനി ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരുണ്ട്. എന്നാൽ അവർക്കെല്ലാം എപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ശനി അനുകൂലനായവരുണ്ട്, അനുകൂലനല്ലെങ്കിൽ അനുകൂലനാക്കാനുള്ള വഴികളുണ്ട്. അതാണ് ഈ ഭാഗ്യകൽപ്പം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ജനങ്ങൾ അറിയണം. അല്ലാതെ ശനിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്നാണ് പലരും വിധി എഴുതുന്നത്. അപ്പൊ സ്വയം തന്നെ വിധി എഴുതി കഴിഞ്ഞാൽ തീർന്നല്ല. നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത ആസ്ട്രോളജറും ജെമോളജിസ്റ്റുമായ ശ്രീ ഷൈൻ പണിക്കരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. ആസ്ട്രോ പാലസ് ഒരു സ്ഥാപനം നടത്തി പോരുന്നു. അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് അല്ലേ? നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങി സക്സസ് ആയി വരുന്ന സമയത്ത് ഷൈനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം ഷൈന് വിദേശത്ത്, അതായത് ദുബായിലും നമ്മുടെ ഇവിടെ കൊട്ടാരക്കരയായിട്ട് നടത്തി കാര്യങ്ങളൊക്കെ നോക്കി പോരുന്നുണ്ട്. അപ്പം ജെമോളജിയെ പറ്റി അല്ലെങ്കിൽ ജെംസിനെ പറ്റി പലർക്കും അറിയാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് പല ഇൻഫർമേഷൻസും അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുകയും വിദേശത്ത് തിരിച്ചു വരികയും പിന്നെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പല പല പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇതിലേക്ക് തിരിയുകയും നമുക്ക് ഒരു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള സാധ്യതകൾ എങ്ങനെ മാറ്റാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം ഒരുപാട് പേര് ഇത് ധരിക്കുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ജെം സ്റ്റോൺസ് സജസ്റ്റ് ചെയ്ത് അവരുടെ ജീവിതം മാറിയ കഥകൾ താങ്കൾക്ക് ഒരുപാട് അറിയാം, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമുക്കിനി വരും വഴിയേ നോക്കാം. അപ്പം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ജോലി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ജോലി എവിടെയാണെങ്കിലും ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് സൂര്യരാശി ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അതിനുള്ള സാധ്യത തുറന്നു വരുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പം സൂര്യരാശിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് രത്നങ്ങൾ ധരിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും? അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ലഭിക്കണം എന്നുള്ളവർക്ക് ഈ ജെം സ്റ്റോൺസ് വഴി അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും? ഒരു ഗ്രഹനിലയിൽ 10ാം ഭാവവുമായി റിലേറ്റ് ചെയ്താണ് കർമ്മഭാവം എന്ന് പറയുന്നത്. കർമ്മഭാവവുമായി റിലേറ്റ് ചെയ്ത് സൂര്യന് ബന്ധം വരുമ്പോഴാണ്, അതായത് ജാതകത്തിൽ സൂര്യനെയാണ് രാജാവായിട്ട് നമ്മൾ പറയുന്നത്. ജാതകത്തിൽ സൂര്യനാണ് രാജാവ്. രാജാവിൻ്റെ ധനം, അതായത് ഗവൺമെൻറ് ജോബ് വാങ്ങാൻ യോഗമുള്ള ഒരാളിന് ജാതകത്തിലെ രാജാവുമായി കർമ്മഭാവത്തിന് ബന്ധമുണ്ടാവുക, സൂര്യന് ഉച്ചബലം ഉണ്ടാവുക, ചിങ്ങരാശിക്കാരനായ അദ്ദേഹം സൂര്യനും ബലവാനായി നിൽക്കുക, അങ്ങനെയുള്ള യോഗങ്ങൾ വരുന്നവർക്ക് സർക്കാർ യോഗം പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ആൾക്കാർ നമ്മുടെ തലവിധിയെ പഴിക്കാറുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് യോഗമില്ല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 30% നമ്മുടെ ഗ്രഹനിലയിലെ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ജീവിതം പോകുന്നത്. 30% നമ്മുടെ സർക്കംസ്റ്റൻസ്, അതായത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഒരാളുടെ ജീവിതം മാറാറുണ്ട്. ഇപ്പം വളരെ മോശമായ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം മാറി മറ്റൊരു കുറച്ച് നല്ല ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് അതിനുണ്ട്, ആ സർക്കംസ്റ്റൻസിനുണ്ട്. ബാക്കി 40% എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ രത്നധാരണം. ചിലർ വാസ്തുവിൽ ചേഞ്ച് വരുത്തുമ്പോഴത്തേക്കും ലൈഫ് മാറാറുണ്ട്. അനുയോജ്യമായ രത്നങ്ങൾ ധരിക്കുമ്പോൾ അവർക്ക് ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കർമ്മസ്ഥാനം നോക്കിയിട്ട് രത്നം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ധാരണത്തിലൂടെ ഒരുപാട് പേർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒത്തിരി പേർക്ക്, പലരും ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ ചെയ്ത വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് അവർക്ക് മാറ്റം വരാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്. കാരണം ഈ രത്നധാരണം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരിക്കും 5 തരം സയൻസുകളാണ് ഈ പ്രപഞ്ച ഉൽപ്പത്തി മുതലുണ്ടായിരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ശാസ്ത്രമെന്നും സയൻസ് എന്നും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 തരം സയൻസാണുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കായകൽപ്പമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരായ, അതായത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള, ശരീരത്തിന് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണം വരുമ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ശാസ്ത്രത്തെക്കുറിച്ച് കായകൽപ്പം, അതാണ് ആയുർവേദമായിട്ട്. അതെ, ശരീരം, അതാണ് ആയുർവേദമായിട്ട് മാറുന്നത്. രണ്ടാമത്തേത് മനോകൽപ്പം. മനോകൽപ്പം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് ടെൻഷൻ വരുമ്പോൾ, അതായത് മനഃശാസ്ത്രം, അതിനാണ് ഈ യോഗ, പ്രാണായാമം അങ്ങനെയുള്ളത് മാറ്റിയെടുത്തിരിക്കുന്നത്. മൂന്നാമത് വരുന്നത് മനോരഞ്ജനകൽപ്പം എന്ന് പറയും, അതായത് മനസ്സിന് സന്തോഷം തരുന്ന കാര്യം. അതിലാണ് ഈ നാട്യശാസ്ത്രമൊക്കെ വരുന്നത്, സംഗീതം, ഡാൻസ്, അതൊക്കെ വരുന്നത് മനോരഞ്ജനകൽപ്പത്തിലാണ്. നാലാമത് വരുന്നതാണ് ഭാവികൽപ്പം. ഭാവികൽപ്പത്തിലാണ്, അതായത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ഭാവിയെക്കുറിച്ചാണ്. ഭാവികൽപ്പത്തിലാണ് ഈ ജ്യോതിഷം വരുന്നത്,
പിന്നെ ഈ ന്യൂമറോളജി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നാളെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യൻ്റെ ആ ശാസ്ത്രമാണ് ഭാവി കൽപ്പം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി അഞ്ചാമതൊരു തരം ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രമാണ് ഭാഗ്യകൽപ്പം. ഈ ഭാഗ്യകൽപ്പത്തിലാണ് രത്നധാരണം വരുന്നത്. അതായത് നമ്മുടെ ഭാഗ്യം നമുക്ക് എങ്ങനെ പ്രകൃതിയാൽ നമുക്ക് കൊണ്ടുവരാം. അതായത് ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള സോഴ്സുകൾ. അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ആ സോഴ്സ് ശരിയാവില്ല. അവിടെയാണ് ചിലർ പല കടകളിൽ പോയി വാങ്ങിയിട്ടിട്ട് ഇതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ് രത്നശാസ്ത്രത്തെ തള്ളി പറയാനുള്ള കാര്യമാണ്. ഇതുവരെയും കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ആ ജ്വല്ലറി പോയി വാങ്ങിയിട്ടിട്ട് എനിക്ക് മാറ്റം വന്നു, ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർക്കറിയില്ലല്ലോ എങ്ങനെ ഏത് എനർജി ലെവലുള്ള കല്ല് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ സജസ്റ്റ് ചെയ്യണമെന്നോ അവർക്കറിയത്തില്ല. കോമൺ ആയ ഒരു പട്ടിക്ക് വെച്ച് അവർ സജസ്റ്റ് ചെയ്യുന്നവർ വാങ്ങിയിരുന്നു. കൂടുതൽ ആൾക്കാരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറികളിൽ കിട്ടും കല്ലുകൾ എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ ആ ഭാഗ്യകൽപ്പം എന്ന് പറയുന്ന വിഭാഗം പഠിക്കണം ആദ്യം, എന്നിട്ടാണ് ഒരാളിന് കല്ല് സജസ്റ്റ് ചെയ്യാവും. എല്ലാവർക്കും ഭാഗ്യകൽപ്പത്തിലൂടെ ഭാഗ്യമില്ല. ഇപ്പം എല്ലാവർക്കും വാസ്തു മാറിയെന്നും പറഞ്ഞുകൊണ്ട് മാറ്റം പറ്റില്ല. ചിലർക്ക് വാസ്തുവിൽ ചെറിയ ഒരു റൂം മാറ്റുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. അതുപോലെ തന്നെയാണ് രത്നധാരണം 100-ൽ 100 പേർക്കും മാറാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അനുയോജ്യമായ കളർ അവരുടെ ശരീരത്തിൽ ചെല്ലണം. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഉദാഹരണം പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് രത്നങ്ങൾ നമുക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ആ ശരിക്കും ആ കളർ ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് ഓരോ മനുഷ്യനും ഓരോ കളർ സെൻസിലൂടെ പോകുമ്പോൾ ആ മനുഷ്യന് ചേഞ്ചസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പലരുടെയും ഇപ്പം പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹം എന്നാണ് പലരുടെയും ധാരണ. ഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്ലാനറ്റ് അല്ല. അത് നമ്മൾ ഇംഗ്ലീഷ് വെർഷനായിട്ട് അങ്ങനെ പ്ലാനറ്റ് എന്ന് വെച്ചിരിക്കുന്നത്. ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദിവസേന നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണോ അതാണ് ഗ്രഹം എന്ന് പറയുന്നത്. ഡേ ബൈ ഡേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മളെ ഹോൾഡ് ചെയ്യുന്നു, അതാണ് ഗ്രഹം. അപ്പോൾ ഏത് ഗ്രഹമാണോ നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് ആ ഗ്രഹനിലയിൽ കണ്ടുപിടിക്കണം. അതാണ് ഒരു ജെമോളജിസ്റ്റിൻ്റെ കഴിവെന്ന് പറയുന്നത്. ആ സ്വാധീനിക്കുന്ന ഗ്രഹത്തിൻ്റെ സ്റ്റോൺ ധരിക്കുമ്പോഴാണ് അവൻ ആ ചേഞ്ച് വരുന്നത്. അതിപ്പം ആദ്യം ചോദിച്ച പോലെ കർമ്മവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കർമാധിപൻ്റെ തന്നെ നമ്മളത് കണ്ടെത്തണം. ചിലർക്ക് ധനപരമായിട്ടായിരിക്കും. അപ്പം ധനലഗ്നം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പ്രത്യേകം തിയററ്റിക്കലി കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അല്ല നമ്മൾ വെറുതെ നിങ്ങളുടെ ധനം വരാൻ ശുക്രനെ ബലപ്പെടുത്തും, അവിടെ തന്നെ തെറ്റി, അവരുടെ ലൈഫ് അവിടെ തന്നെ പോകുന്നു. ധനലഗ്നം എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ച് ആ ലഗ്നത്തിന് ബലപ്പെടുത്തുമ്പോഴാണ് ധനപരമായ മാറ്റം വരുന്നത്. രണ്ടാമത്തെ കാര്യം, ചിലർ പറയും കോമൺ ആയിട്ട് എല്ലാവർക്കും മുത്ത് മേടിച്ചിടാമല്ലോ, മുത്ത് എല്ലാവർക്കും ഇടാമല്ലോ. പലരും പറഞ്ഞു കൊടുക്കുന്ന തെറ്റിദ്ധാരണയാണ്. ഇപ്പം മേടലഗ്നക്കാരനായ ഒരാൾക്ക് 4-ാം ഭാവാധിപതിയാണ്. ഇപ്പം മേടലഗ്നക്കാരനായ ആ വ്യക്തി അദ്ദേഹത്തിന് 3-ാം ദ്രേക്കരണത്തിലാണ് ലഗ്നം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 4-ാം ഭാവാധിപതി ഇട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിന് ബുദ്ധിമുട്ട് വരും. അതുപോലെ ധനു ലഗ്നക്കാരന് അഷ്ടമാധിപതിയാണ് ചന്ദ്രൻ, കർക്കിടകം, അയാൾക്ക് ഒരിക്കലും ധരിച്ചുകൂടാ. അപ്പം അത് ധരിക്കാൻ പാടില്ലാത്തവരുമുണ്ട്. കുറേ മിഥ്യാധാരണകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നവർ കുറേ മിഥ്യാധാരണകളോട്ട് വരുന്നത്. പലരുടെയും അടുത്ത് ചെന്നിട്ടാണ് ലാസ്റ്റിൽ വരുന്നത്. സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, കറക്റ്റായിട്ടുള്ള അറിയണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അവരെ കറക്റ്റായിട്ട് തിരുത്താൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോലി ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രഹനില നോക്കിയിട്ട് ഏത് ഗ്രഹമാണോ സ്വാധീനിക്കുന്നത് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുള്ള ജംസ്റ്റോൺ കൊടുക്കുക അല്ലേ? തീർച്ചയായിട്ടും ആ ഗ്രഹം അദ്ദേഹത്തിന് സൂട്ടബിൾ ആ. ഇപ്പോൾ സൂര്യൻ്റെ കല്ല് കൊടുത്താൽ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടില്ല. അത് തന്നെ ഒരു ഫേക്ക് പ്രോമിസാണ്. ശരിക്കും തെറ്റായൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാതിരിക്കുക, അതുകൂടി നമ്മൾ ഈ ജെമോളജിയിലൂടെ എനിക്ക് പറയാനുണ്ട്. തെറ്റായ, കാരണം ഈ സ്റ്റോൺ ഇട്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അത് തെറ്റാണ്. അവിടെ തന്നെ അത് തെറ്റുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. സൂര്യനെ അനുകൂലനാക്കിയാൽ ആ വ്യക്തിക്ക് സൂര്യനുമായി റിലേറ്റ് ചെയ്ത ജോബ്, അതായത് ഗവൺമെന്റ് ജോബിന് യോഗമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സൂര്യന്റെ കല്ല് കൊടുക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 10-ാം ഭാവം കണ്ടുപിടിച്ചിട്ട് അതിനെ ബലപ്പെടുത്താൻ പാടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. എല്ലാവർക്കും നമ്മൾ സൂര്യന്റെ കല്ല് കൊടുക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. ഇതിൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹാലാസ്യ മാഹാത്മ്യം അല്ലാതെ തന്നെ നമ്മുടെ BV രാമൻ സാർ എഴുതിയ ബുക്കുകളുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് ധനലഗ്നം കണ്ടുപിടിക്കാനൊക്കെ തിയറിറ്റിക്കലി സയന്റിഫിക്കലി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ബുക്കുകളെല്ലാം ഫോളോ ചെയ്ത് മാത്രമേ ഒരാൾക്ക് രത്നം സജസ്റ്റ് ചെയ്യാവൂ. വരുന്ന ഓരോരുത്തർക്കും ഓരോ കല്ല് കൊടുത്ത് വിടുന്നത് തെറ്റാണ്. ഞാൻ അതിനോട് യോജിക്കില്ല. ഒരുപാട് പേര് എന്നെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട്, സാർ എനിക്കൊരു ഇന്ദ്രനീലം വേണം. ഞാൻ പറയാം, ആദ്യം നിങ്ങളത് പരിശോധിക്കും, ഇന്ദ്രനീലം ഇടാൻ പറ്റുമോ എന്ന് നോക്കാം ആദ്യം. അതിനുശേഷം നിങ്ങൾ ഇന്ദ്രനീലം ഇടും. വന്ന എല്ലാവർക്കും ഒന്നും സ്റ്റോൺ കൊടുക്കേണ്ട കാര്യമില്ല, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും സ്റ്റോൺ ഇട്ടാൽ മാറ്റം വരത്തുമില്ല.
അതുപോലെ ഈ ഗവൺമെൻറ് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സജസ്റ്റ് ചെയ്ത രത്നം അത് വീണ്ടും ധരിക്കേണ്ടതായിട്ടുണ്ടോ, അതോ അത് കിട്ടിക്കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. ശരിക്കും നമ്മളൊരു കർമാധിപനെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോണെ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഇത് പ്രത്യേക ആവശ്യത്തിന് ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കല്യാണം നടക്കാനായിട്ടൊരു കല്ല്, നമ്മുടെ സാമ്പത്തികം മാറാനായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ ആ വ്യക്തിക്ക് ലൈഫ് ടൈം മുഴുവൻ ധരിക്കാൻ പറ്റുന്നൊരു സ്റ്റോൺ, അതായത് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഞാൻ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യസാധ്യമായിട്ട് ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതുപോലെ വിദേശത്ത് സെറ്റിൽ ചെയ്യണം, അപ്പം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്തെ കരിയർ അത് നന്നായിട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള സ്റ്റോണാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്? ശരിക്കും വിദേശ ഭാവം എന്ന് പറയുന്നത് 9ാം ഭാവവും 12ാം ഭാവവും പിന്നെ 7ാം ഭാവവും നോക്കാം. 7ാം ഭാവം ബലം ഉണ്ടെങ്കിലും വിദേശത്ത് പോകാൻ പറ്റും, 9ാം ഭാവത്തിന് ബലം ഉണ്ടെങ്കിലും വിദേശത്ത് പോകാൻ പറ്റും, 12ാം ഭാവത്തിന് ബലം ഉണ്ടെങ്കിലും നമുക്ക് വിദേശ യോഗമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റോൺ സജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇത് കൂടാതെ ഇപ്പം മെയിൻ സ്റ്റോൺസ് അല്ലാതെ സബ് സ്റ്റോൺസ് ഉണ്ടല്ലോ, ഉപരത്നങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി അത് ധരിച്ചാലും ഗുണം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അപ്പം അതെങ്ങനെയാണ്, അതായത് ഇത് സാധിക്കാത്ത ഈ വലിയ സ്റ്റോൺസ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സ്റ്റോൺസ് ധരിക്കാൻ പറ്റാത്തവർക്കാണോ ഇങ്ങനെയുള്ള സജസ്റ്റ് ചെയ്യുന്നത്, അതോ മറ്റ് പ്രധാനപ്പെട്ട രത്നത്തിൻ്റെ കൂടെ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഈ ഉപരത്നങ്ങൾ ശരിക്കും നമുക്ക് കേരളീയർക്ക് നവരത്നങ്ങളെ കുറിച്ച് മാത്രമേ അവയർനെസ് ഉള്ളൂ. കേരളീയർക്ക് എന്നല്ല, ഇന്ത്യയിൽ കൂടുതൽ നവരത്നങ്ങൾ. അപ്പം നവരത്നങ്ങൾ അല്ലാത്തതിനെ ഉപരത്നങ്ങൾ എന്ന് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഉപരത്നങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണലി അങ്ങനെ ഒരു വേർഡ് ഇല്ല. അവരെല്ലാത്തിനും സ്റ്റോൺസ് എന്ന് തന്നെയാണ് പറയുന്നത്. സ്റ്റോൺസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് എന്നേ പറയാറുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ നവരത്നങ്ങൾ, ബാക്കിയുള്ള ഉപരത്നങ്ങൾ എന്നവർ പറയാറില്ല. നമ്മൾ ഇവിടെ ഉണ്ടായ ഒരു, കാരണം നമ്മൾ ഈ 9 രത്നങ്ങളും 9 ഗ്രഹങ്ങളുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഉപരത്നവും ഇത് വരുന്നത്. ഉപരത്നത്തിന് പൊതുവെ വില കുറവാണ്. നമുക്ക് ആ ഒരു കളർ സെൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണത്. അത് നാച്ചുറലി ഉള്ള കല്ലുകളിൽ നിന്ന് വരുന്ന ആ അബ്സോർഷൻ പവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. ഇപ്പം പലരും ചോദിച്ചതിൻ്റെ ഒരു ചോദ്യം ഞാൻ ഇവിടെ പറയുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആ കളർ സെൻസ് നമ്മളിലേക്ക് വരുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കണ്ടെത്തലിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ മഹർഷിമാരായാലും ആചാര്യന്മാരായാലും ഈ സൂര്യ നമസ്കാരം ചെയ്യും ഇല്ലേ? സൂര്യ നമസ്കാരം വെള്ളത്തിൽ ഇറങ്ങിയെന്ന് ചെയ്തിട്ട് അവർ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ സൂര്യനെ നേരെ ഇങ്ങനെ ഒഴിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളായാലും ആ സൂര്യന് നേരെ നമ്മളൊരു വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സ്കാറ്ററിങ് ഉണ്ടാവുമല്ലോ, അവിടെ റെയിൻബോ ക്രിയേറ്റ് ചെയ്തില്ല, ഒരു കളർ സെൻസ് നമ്മുടെ ശരീരത്തിൽ വരുമല്ലോ. അതൊരു എനർജിയാണ്. ശരിക്കും ആ എനർജി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതിൽ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആ 7 കളേഴ്സിൽ ഏതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതെന്ന് കണ്ടെത്തുകയാണ് ശരിക്കും ഗ്രഹനില എന്നുള്ള ആ ഒരു ഓറ ആ വ്യക്തിയുമായിട്ട് ശരിക്കും സെറ്റായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം എപ്പോഴും ആ സ്റ്റോൺ ധരിക്കേണ്ടത്. നമുക്ക് മറ്റൊരാളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തി നമുക്ക് കയറിപ്പോകണം, ഒരാളെ ചവിട്ടിത്താഴ്ത്തി നമുക്ക് കയറിപ്പോകണം, അങ്ങനെ ഒരു ചിന്തയിലിട്ടാൽ സ്റ്റോണിനെ നല്ല ദൈവം തമ്പുരാനുള്ള ആരെയും രക്ഷിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അതായത് കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ഈ പറഞ്ഞ പോലെ പൂർവ്വജന്മത്തിലാണെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും ചിന്തകളും വിചാരങ്ങളും എല്ലാം തന്നെ അതിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം നല്ലൊരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കണം അല്ലേ? ചിന്തകൾ നന്നായിട്ട് കൊണ്ടുപോകാൻ നോക്കണം. അതുകൊണ്ടാണ് ചിലർക്കൊക്കെ അത് ഫലിക്കാതെ വരുന്നത്. ധരിച്ചതിന് ശേഷം ദുഷ്കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മോശമായി ചിന്തിക്കുക അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത് നെഗറ്റീവായി മാറുകയാണ് അല്ലേ? അത് ആ ഒരു നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുകയും പിന്നെ നമുക്ക് ഉപയോഗമില്ലാതാവുകയും ചെയ്യുക. അപ്പോൾ പലരും വലിച്ചെറിയുക, പലയിടത്തും ഊരി മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിനെ ശപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ തീർച്ചയായും അതൊരു വലിയൊരു അനുഭവമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ സ്റ്റോണുകൾ പലരും ഒരു പ്രശ്നം വരുമ്പോൾ കല്ലിട്ടാൽ മാറും, അങ്ങനെ ഒരു ധാരണ മനുഷ്യന് നമ്മുടെ ഇവിടെ ഉണ്ട്. പ്രശ്നം വരുമ്പോൾ ഓടുന്നു, ജ്വല്ലറിയിലോട്ട് അങ്ങനെ ഓടുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് ഓടുന്നു. അല്ല, ഇതിനൊരു പ്രത്യേക ഒരു അഡ്വൈസ്, നമ്മൾ മെഡിസിൻ്റെ മരുന്ന് കഴിക്കുന്ന പോലെ ഒരു അഡ്വൈസ് സ്വീകരിക്കാൻ ആരും നിൽക്കണമല്ലോ. ഇതൊരു ശാസ്ത്രം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇതിനെ കാണാം. മരുന്ന് പോലെ ഞാനും ആർക്കും സജസ്റ്റ് ചെയ്യാറുള്ളൂ. വരുന്ന എല്ലാവർക്കും ഇത് കൊടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. ഒരുപാട് പേരിലും അതുപോലെ കാണുന്നുണ്ട് ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, അവർക്ക് കുടുംബത്തിൽ എല്ലാവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാതിരിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് രത്നങ്ങൾ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? ഈ അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ, ഈ ആൻസൈറ്റി പലവിധമാണ്. ഇപ്പം മദ്യപാനാസക്തി കുറയ്ക്കാൻ അമിത്തിസ്റ്റ് കൊടുക്കുക എന്നൊരു പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം മദ്യപാനാസക്തി കുറയ്ക്കാൻ ആ വ്യക്തിയെ വിചാരിച്ചേ പറ്റുള്ളൂ എന്നും കൂടെ ഞാൻ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ മദ്യപാനാസക്തി കുറയ്ക്കാൻ അമിത്തിസ്റ്റിന് കഴിയും. സ്റ്റേജ് ഫിയർ കുറയ്ക്കാൻ, അതായത് സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന
ഫിയർ, സഭാകമ്പം കുറയ്ക്കാനൊക്കെ ഇതിന് പറ്റും. കാരണം ആ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരു ആങ്സൈറ്റി കുറയ്ക്കാൻ അമിത്തീസ്റ്റിന് പറ്റത്തില്ല. അത് കൂടുതൽ മൂൺ സ്റ്റോണിനാണ് പറ്റുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തരാം. അതുപോലെ തന്നെ അക്വ മറൈൻ അതിന് പറ്റാറില്ല, നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ചന്ദ്രനെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് മൂൺസ്റ്റോൺ കൊടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് ധരിക്കാതെ നമ്മുടെ പേഴ്സിലോ ബാഗിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന രത്നങ്ങളുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതി നമ്മുടെ ജോലിക്കായാലും എന്തെങ്കിലും നമുക്കൊരു പോസിറ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ ഓറ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമോ? രത്നങ്ങളായിട്ട് അങ്ങനെ നമ്മൾ പേഴ്സിൽ വെക്കുന്നതുകൊണ്ട് മാറ്റം വരില്ല. പക്ഷെ ക്രിസ്റ്റൽസുകളുണ്ട് അതിന് നമ്മുടെ റൂമിന് ഒരു പോസിറ്റീവ് വൈബ് തരാൻ വേണ്ടിയിട്ട് റൂമിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ക്വാർട്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് റൂമിനകത്ത്, നമുക്കൊരു മൈൻഡിനൊരു ഊഷ്മളത കൈവരാനായിട്ട് റൂമിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ധനമായിട്ട് ബന്ധപ്പെട്ട ഒരു പൈറേറ്റ്സ് എന്ന് പറഞ്ഞ കല്ല് നോർത്ത് ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു. ഈ മണി മാഗ്നറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷേ ഫുള്ള് കടത്തിലേക്കുന്ന ഒരാൾ പൈറേറ്റ് മേടിച്ച് വെച്ചാൽ അയാളുടെ കടം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായ സന്ദേശം നമുക്ക് ഒരിക്കലും ജെമോളജി വഴി കൊടുക്കാൻ പറ്റും. നമുക്ക് എന്താ നമ്മുടെ സർക്കാരിന്റെ കടം കുറച്ച് പൈറേറ്റ് മേടിച്ച് വെച്ച് മാറ്റാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ജെമോളജി ആണെങ്കിലും ആസ്ട്രോളജി ആണെങ്കിലും സംസാരിക്കുമ്പോൾ ദോഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണുന്നതാണ്. ചൊവ്വാദോഷം, അല്ലെങ്കിൽ സർപ്പദോഷം, കാളസർപ്പദോഷം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശനിദോഷം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ദോഷങ്ങൾ, കർമ്മദോഷമൊക്കെ ഉള്ളവരുണ്ട്. അവർക്ക് ഈ ജെം സ്റ്റോൺസ് അല്ലെങ്കിൽ രത്നങ്ങൾ ധരിക്കുന്നത് വഴി എങ്ങനെയൊക്കെ ലൈഫിൽ മാറ്റം വരുത്താൻ സാധിക്കും? അതായത് ഒരാളുടെ ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഏകദേശം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ചിലതങ്ങ് ഈ പൂർവ്വജന്മ ആയിട്ട് റിലേറ്റ് ചെയ്തൊക്കെ കുറേ ഇഷ്യൂസുകളുള്ളവരുണ്ട്. അപ്പോൾ സർപ്പദോഷമായിട്ട് ഇപ്പോൾ അഷ്ടമത്തിൽ രാഹു നിൽക്കുക, അല്ലെങ്കിൽ 12-ൽ രാഹു നിൽക്കുക, ഇങ്ങനെയുള്ളവർക്ക് ചിലർക്ക് സ്കിൻ ഡിസീസ് വരും, ചിലർക്ക് ഇങ്ങനെ ശരീരത്തിന് രോഗം വിട്ടുമാറാതെ സർജറി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് രാഹുവുമായി റിലേറ്റ് ചെയ്ത പ്രശ്നമുണ്ട്. രാഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഭൂമി നിൽക്കുന്ന 2 നോഡിനിടയ്ക്ക് വരുന്ന ആ ചരിവിൽ വരുന്ന ആ നോഡുകളാണ് രാഹുവും കേതു എന്ന് പറയുന്നത്. ശരിക്കും 7 ഗ്രഹങ്ങളാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 2 നോഡുകളും കൂടി നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് പിന്നീടാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളുടെ ആ പാറ്റേൺ ശരിക്കും ഒരു മനുഷ്യൻ്റെ ലൈഫിനെ സ്വാധീനിക്കും, നന്നായിട്ട് സ്വാധീനിക്കും. ഇപ്പോൾ സർപ്പദോഷം നമുക്ക് കണ്ടു, കാളസർപ്പദോഷമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാഹുകേതുക്കൾക്ക് ഒരു ഭാഗത്ത് ഗ്രഹങ്ങളകപ്പെട്ടു പോകുന്നതിനെ കാളസർപ്പം എന്ന് പറയും. അതെല്ലാ കാളസർപ്പ യോഗവും പൂർണ്ണമല്ല. ലഗ്നം മുതൽ നമ്മൾ ക്ലോക്ക് വൈസിൽ നോക്കുമ്പോൾ ആദ്യം രാഹു വന്നാലാണ് പൂർണ്ണമായും കാളസർപ്പയോഗം ബാധിക്കും. ഇതെല്ലാം ഞാൻ തിയറിറ്റിക്കലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചൊവ്വാദോഷം, ഇപ്പോൾ ചേച്ചി ചോദിച്ച ചൊവ്വാദോഷമാണെങ്കിലും എല്ലാ ചൊവ്വയും ദോഷം ചെയ്യുന്നതല്ല. അപ്പം വിവാഹം നടക്കാതിരിക്കുന്നൊരു കുട്ടിക്ക് വിവാഹപരമായ കാര്യത്തിന് എന്തോ തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തിന് നമുക്ക് രത്നം ഉപയോഗിച്ച് മാറ്റാൻ പറ്റുന്നതുണ്ട്. പക്ഷേ 7 ഗുളികനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വിവാഹ ജീവിതം കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് ആ കുട്ടിയുടെയും കൂടെ റെസ്പോൺസിബിളാണ്. കാരണം 7 നിൽക്കുന്ന ഗ്രഹവുമായി ബാലൻസ് ചെയ്യണം വരുന്ന പുരുഷൻ്റെത്. അതിനാണ് 7 ചൊവ്വ നിൽക്കുന്ന പെൺകുട്ടിയെ 7 ചൊവ്വ നിൽക്കുന്ന പുരുഷനോട് തന്നെ വിവാഹം കഴിപ്പിക്കുന്നത്. 7 ചൊവ്വ നിന്നാലും സ്ത്രീ ജാതകത്തിൽ 8 ചൊവ്വ നിന്നാലും പുരുഷന്റെ ജാതകത്തിൽ 8 തന്നെ ചൊവ്വ വരെയും വേണം, 7 തന്നെ ചൊവ്വ വരെയും വേണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സ്ത്രീ ജാതകത്തിന്റെ 7 8 ചൊവ്വ നിന്നാൽ പുരുഷ ജാതകത്തിന്റെ 7 തന്നെ ചൊവ്വ വന്നാലേ അതിന് ബാലൻസിങ് ആവുന്നുള്ളൂ. പല പൊരുത്തങ്ങളിലും ഞാൻ കാണുന്നുണ്ട്, പല ജ്യോതിഷന്മാരും 8 ചൊവ്വയുള്ള പുരുഷനെയും ചൊവ്വാദോഷം എന്നും പറഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് വിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ജ്യോതിഷത്തിനെ തന്നെ എതിർത്ത് വരുന്നൊരു സമൂഹം ഉണ്ടായിപ്പോവും. കാരണം ശരി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ ജ്യോതിഷത്തിന് എതിർത്ത് തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ധാരണാശക്തി, ജ്ഞാനമുള്ള ഒരാളിൻ്റെ ലക്ഷണമാണ്. പക്ഷെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരാളിന് 7 ശനി വന്നാൽ അദ്ദേഹത്തിന് ഉന്മാദ യോഗമായിരിക്കും. ഉന്മാദ യോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ ലക്ഷണമായിരിക്കും. അപ്പോൾ ജ്ഞാനം ഉണ്ടെങ്കിലും ഭ്രാന്തങ്ങളുള്ള ആളായിരുന്നു. ചുമ്മാ റോഡെ പല അറിവുകൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ, നമ്മളിപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളില്ലേ, ഭയങ്കര അറിവായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഭ്രാന്തം കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ആ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ചുണ്ടാക്കുന്ന ഇതാണ്. ഇത് നല്ലപോലെ അനലൈസ് ചെയ്യണം. പ്ലാനറ്ററി പൊസിഷൻ അനലൈസ് ചെയ്യാതെ നമ്മൾ ഒരു വഴിപാടും പറഞ്ഞു കൊടുക്കരുത്. ശനിദശയാണ്, എത്രയോ പേർക്ക് ശനിദശയിൽ രക്ഷപ്പെടുന്നവരുണ്ട്. ശനിദശയിൽ ലോട്ടറി അടിക്കുന്ന എത്രയോ പേരുണ്ട്.
അവർക്ക് ശശമഹായോഗം ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു ശനി ദശയിലായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പൊ ശനി ദോഷകാരകനല്ല, നമ്മുടെ ധാരണയാണ്. പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശനിയാണ്, അപ്പൊ ശനി ദശയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആ വ്യക്തി അറിഞ്ഞിരിക്കണം. ജ്യോതിഷം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൗൺസിലിംഗ് കൂടെയാണ്. അപ്പോൾ ശനി ദശയാണ്. അപ്പോൾ ശനിയെ ജാതകത്തിൽ മായം എഴുതുന്നുണ്ട്. അപ്പോൾ മന്ദൻ നമ്മുടെ കാര്യങ്ങളെ മന്ദഗതിയിലാക്കും, നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടത്തെ മന്ദഗതിയിലാക്കും. ഇതറിയണം നമ്മൾ. ഇതറിഞ്ഞ് നമ്മൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുത്തു പോകുമ്പോൾ ശനി നമ്മളെ ശനിയാണെന്ന് പോലും ആ വ്യക്തി അറിയില്ല. കാരണം എത്രയോ രക്ഷപ്പെട്ട ആൾക്കാരില്ലയോ. അപ്പം നമ്മൾ ചിന്തിക്കല്ലേ അദ്ദേഹത്തിന് ശനിയൊന്നും ഇല്ലയോ, ഇപ്പം മുകേഷ് അംബാനിക്ക് ശനി ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരുണ്ട്. എന്നാൽ അവർക്കെല്ലാം എപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ശനി അനുകൂലനായവരുണ്ട്, അനുകൂലനല്ലെങ്കിൽ അനുകൂലനാക്കാനുള്ള വഴികളുണ്ട്. അതാണ് ഈ ഭാഗ്യകൽപ്പം എന്ന് പറഞ്ഞൊരു ശാസ്ത്രം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ജനങ്ങൾ അറിയണം. അല്ലാതെ ശനിയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്നാണ് പലരും വിധി എഴുതുന്നത്. അപ്പം സ്വയം തന്നെ വിധി എഴുതി കഴിഞ്ഞാൽ തീർന്നല്ലോ. നമ്മളെല്ലാവരും പുറത്തോട്ട് നോക്കിയാണ് നമ്മുടെ വിധി എഴുതുന്നത്. എൻ്റെ ശനിയാണ് എൻ്റെ വിധി ഇങ്ങനെ. പക്ഷെ നമ്മൾ കുറച്ച് അകത്തോട്ടും കൂടെ നോക്കണം. ശനി നമ്മളുടെ മനസ്സിനെ ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു വരാൻ പറ്റും. അപ്പോൾ രത്നം ധരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളല്ല ഈശ്വരൻ. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്, ആകാശത്തിനപ്പുറം ഇരിക്കുന്ന ഒരു കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ഒരാളാണ് ഈശ്വരൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തരാനുള്ളത് തരും, ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരാളാണ് എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറണം. നമ്മളിലുണ്ട് ഈശ്വരൻ. ആ ഈശ്വരൻ ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു സൂചന ഈ ഗ്രഹനിലയിലുണ്ടാവും. അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മം നല്ലതായിരുന്നു, ഈ ജന്മത്തിൽ അനുകൂലമായ കാര്യങ്ങളിലേക്കാണോ പോകുന്നതെന്നൊരു സൂചന ഉണ്ട്. ആ സൂചനയിൽ നിന്ന് നമ്മളത് പാഠം ഉൾക്കൊള്ളണം. ഇപ്പോൾ കേമദ്രുമ യോഗമുള്ള ഒരാൾ, കേമദ്രുമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭിക്ഷ എടുക്കാൻ യോഗമുള്ള ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് എന്തിനാണ് കേമദ്രുമ യോഗത്തിൽ നിന്ന് മാറാൻ വേണ്ടുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ ക്രമീകരിക്കണം, സേവിങ്സ് ഉണ്ടാക്കണം, സ്ഥിരമായൊരു ജോലി ഉണ്ടാക്കണം. അപ്പം ഭിക്ഷ എടുക്കാതിരിക്കാനുള്ള കാര്യം അദ്ദേഹം ബോധവാനായിട്ട് വേണം ജീവിക്കാൻ. അല്ലാതെ എനിക്ക് കേമദ്രുമ യോഗമുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവനെ കൃത്യമായും ആ കേമദ്രുമ യോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇപ്പോൾ സന്താന യോഗം ഇല്ലാത്ത ഒരാൾ, സന്താന യോഗത്തിന് ഇപ്പോൾ ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മെഡിക്കൽ സയൻസിൽ. അപ്പോൾ ജാതകത്തിൽ നോക്കണം. ഇപ്പോൾ പുരുഷൻ്റെ ജാതകത്തിൽ ആദ്യമേ സന്താന യോഗമില്ല. അപ്പോൾ ആ വ്യക്തിയെ സന്താനയോഗം ഉള്ളൊരു സ്ത്രീയുടെ ജാതകവുമായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അവർക്ക് മാറ്റം വരും, പെട്ടെന്ന് മാറ്റം വരും. ഇത് ചിന്തിക്കില്ല. 10 പൊരുത്തത്തിൽ എത്ര പൊരുത്തം ഉണ്ടെന്ന് നോക്കുന്നു, വിവാഹം നടക്കുന്നു. അതല്ലാതെ അതിനപ്പുറത്തോട്ട് ഇവർക്ക് രണ്ടുപേർക്കും സന്താനയോഗം ഉണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് വരുന്നപ്പോൾ 100 പേര് വന്നാൽ അതിൽ ഒരാൾ ചോദിക്കും, ഇച്ചിരിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ചോദിക്കും, സാറേ കുട്ടികൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, ആയുസ്സിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് വളരെ ചുരുക്കം പേര് ചോദിക്കും. എല്ലാവർക്കും ആ 10ൽ എത്ര പൊരുത്തം ഉണ്ടെന്ന് അറിയണം. 10ൽ 6 പൊരുത്തം ഉണ്ടെങ്കിൽ കല്യാണം നടത്തുന്നു, പോകുന്നു. ഇതിനപ്പുറത്തോട്ട് എങ്ങനെയാണ് ഒരു പുരുഷ ജാതകവും സ്ത്രീ ജാതകവും ബാലൻസിങ് ആവുന്നത്? ആ ബാലൻസിങ് ആകാൻ നമ്മൾ എന്തെങ്കിലും രത്നധാരണം ചെയ്യണോ സാർ? ഇതൊന്നും ആരും ചോദിക്കാറില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം കണ്ട് നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ കൂട്ടർക്ക്, അതായത് നമ്മുടെ മലയാളികൾക്ക് പൊതുവേ വരുന്നത് ധാരണ, ഇദ്ദേഹം രത്നം കച്ചവടം ചെയ്തിരിക്കുകയാണ്, ഒരു ദോഷം പറഞ്ഞിട്ട് അതിന് കല്ല് പറഞ്ഞ് നമ്മളെ കൊണ്ട് കല്ലെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം, നിങ്ങൾ ഈ കല്ലിട്ടാൽ മാറുമെന്നൊരു സജഷൻ അല്ല ഞാൻ കൊടുക്കുന്നത്. ഞാനിങ്ങനെ അവർക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ ദോഷങ്ങളുണ്ട്, അപ്പോൾ അതിന് ക്ഷേത്രത്തിലോട്ടുള്ള വഴിപാടുമുണ്ട്, അതിൻ്റെ കൂടെ ഇതുകൂടെ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാകും. ക്ഷേത്രത്തിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷേ ഏതിനും അതിൻ്റേതായ ഒരു ആവർത്തനം ഉണ്ടാവണം. അല്ലാതെ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾ സ്വയംവര പുഷ്പാഞ്ജലി ഒരു തവണ നടത്തിയിട്ട് കല്യാണം വെയിറ്റ് ചെയ്തിരുന്നാൽ പറ്റുമോ? അത് ആ ഒരു ആവർത്തനം, നമ്മുടെ ആത്മാവും ആ പരമാത്മാവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആ ഫ്ലോയിൽ വന്ന് നമ്മുടെ ആ പോസിറ്റീവ് എനർജി വരുമ്പോഴാണ് നമ്മളിലേക്ക് നല്ല റിസൾട്ട് വരുന്നത്. ആ എനർജി ലെവൽ നിലനിർത്താൻ തന്നെയാണ് ഈ രത്നധാരണങ്ങൾ എല്ലാം ചെയ്തത്. ഇത് മനസ്സിലാക്കി ധരിക്കണം. അപ്പോൾ ഒരു കൗൺസിലിംഗ് രൂപത്തിൽ രത്നം ധരിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിന് മാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത്രയും ആൾക്കാരെ എനിക്ക് രത്നധാരണത്തിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചതും ഇന്നെനിക്ക് ഈ വീഡിയോ വന്ന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം അതുകൊണ്ടാണ്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വന്നൊരു ഹിന്ദിക്കാരനുണ്ട്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഞാൻ ദുബായിൽ എൻ്റെ മാനേജറോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഹിന്ദിക്കാരൻ നമുക്ക് കൊണ്ടുവന്ന് ലഡ്ഡു തരെയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ലഡ്ഡു തന്നപ്പം പുള്ളിയുടെ മുഖം വളരെ വിഷമിച്ചാണ് ഈ തരുന്നത്. അപ്പോൾ പുള്ളി ആ അമ്പലത്തിലങ്ങോട്ട് പോയിട്ട് ആണ് ഈ കൊണ്ട് തരുന്നത്, സ്വീറ്റ്സ് കൊണ്ട് തരുവാണ്. അപ്പോൾ എന്നിട്ട് ആ ലോബിയിലിരുന്നു. അപ്പോൾ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടിരിക്കുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു, ഒന്നുമില്ല,
അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു പണ്ഡിറ്റാണ്, എനിക്ക് ചില കാര്യങ്ങൾ പണ്ഡിറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ ജ്യോതിഷനെയാണ് അവർ പണ്ഡിറ്റ് എന്ന് പറയുന്നത്, എനിക്ക് ചിലത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കെന്ന റൂമിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ വൈഫിന് SMS മെസ്സേജ് അയച്ചിട്ടിരിക്കുക. ഞാൻ ഇന്ന് സൂയിസൈഡ് ചെയ്യും, എൻ്റെ കൂടെ നിന്നവരെല്ലാവരും എന്നെ പറ്റിച്ചു, ഞാൻ ഇത്രയും കോടി രൂപയുടെ കടത്തിലാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് എനിക്കദ്ദേഹം കാണിച്ചിരുന്നത്. ആ നിമിഷം മുതലേ എനിക്ക് അദ്ദേഹം മനസ്സിലായി അദ്ദേഹത്തിന് ആ പ്രസൻസും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഇല്ലെങ്കിൽ അദ്ദേഹം അന്ന് രാത്രിയിൽ എന്തെങ്കിലും ചെയ്യും. അന്ന് ഏകദേശം 2 മണിക്കൂറോളം ഞാൻ പുള്ളി എടുത്തിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റോണും സജസ്റ്റ് ചെയ്തു. ഈ അദ്ദേഹത്തിന് എങ്ങനെയാണോ പൈസ നഷ്ടം വന്നത് ആ വഴിയിലൂടെ തന്നെ അദ്ദേഹം ദുബായിൽ അറിയപ്പെടുന്നൊരു ധനികനായി. ധനികൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് ഈ ബിറ്റ് കോയിൻ പോലുള്ള ഒരു ട്രേഡിംഗ് ആണ്, കറൻസി ട്രേഡിങ്ങിലാണ് അദ്ദേഹത്തിന് അത്രയും ലോസ് വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു സോഫ്റ്റ്വെയർ കിട്ടില്ല. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹം എനിക്കൊന്ന് കാണിച്ചു തന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ കടം വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ആപ്പ് ഉപയോഗിച്ച് ഞാൻ ട്രേഡിങ് ചെയ്താണ് എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കാണിച്ചു തരാമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം ആപ്പിലൂടെ എനിക്ക് ഒരു തവണ ട്രേഡിങ് കാണിച്ചത്. അപ്പോൾ എനിക്കത് കാണിച്ചു തന്ന ടൈമിൽ അദ്ദേഹത്തിന് ഒരു $500 പ്രോഫിറ്റ് ഉണ്ടായി. ആ 1 മിനിറ്റ് കൊണ്ട് ഒന്ന് വാങ്ങുന്നു ഒന്ന് വിൽക്കുന്നു. എനിക്ക് എൻ്റെ ഫുള്ള് പറഞ്ഞു തരാൻ അറിയില്ല, കാരണം അവർ ചെയ്യുന്നേ. ഞാൻ ചോദിച്ചു 1 മിനിറ്റ് കൊണ്ട് വാങ്ങി വിറ്റപ്പോൾ നിങ്ങൾക്ക് $500 കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. അതെ സാർ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതെണ്ണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വീണ്ടും പുള്ളി അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളെല്ലാം വന്ന് അദ്ദേഹം വീണ്ടും ട്രേഡിങ് തുടങ്ങി. ഇന്നിപ്പോൾ അതായത് 2019 ഞാൻ കാണുന്ന വ്യക്തി ഇന്നിപ്പോൾ 2023 ഞാൻ ചിലപ്പോൾ ഏകദേശം 300 കോടിയുടെ അദ്ദേഹം അവിടെ ടേൺ ഓവറിൽ ദുബായിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80ഓളം സ്റ്റാഫുകൾ വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോംബെക്കാരനാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി ഇതിപ്പോൾ ഞാനൊരു പറയത്തക്ക ഒരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. കൗൺസിലിങ്ങിലൂടെ മാത്രം അവരുടെ പ്ലാന്റ് ചേഞ്ച് ചെയ്തതിന് മാത്രം രത്നം ധരിച്ചു കഴിഞ്ഞാൽ 100% മാറ്റം വരും. ഒരു സംശയം അതുപോലെ എപ്പോഴും നമ്മൾ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുന്നത് പെട്ടെന്നുള്ള അപകട മരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കുറേ പേര് മരിച്ചു. എത്രയോ പേർക്ക് കോവിഡ് വന്നു, പക്ഷെ എല്ലാവർക്കും ഇത് സംഭവിച്ചില്ലല്ലോ. പക്ഷെ ചിലർ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ പോയി. അപ്പം അങ്ങനെ സംഭവിച്ചു. ആരോഗ്യത്തിന് പ്രശ്നം വരുന്നു, ശരിക്കും പ്രായമാവുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് രത്നങ്ങൾ ധരിച്ചാൽ അത് ഉപയോഗം ഉണ്ടാവുമോ? ആരോഗ്യനില കാണാൻ നമ്മുടെ ഗ്രഹനിലയിൽ 6ാം ഭാവം വെച്ചാണ് ഒരാളുടെ രോഗാവസ്ഥ മനസ്സിലാക്കുന്നത്. 8ാം ഭാവം വെച്ച് ആയുസിനെ മനസ്സിലാക്കാം. ഇപ്പം 8ാം ഭാവം സ്ട്രോങ് ആണെങ്കിൽ 6ാം ഭാവം മോശമായ ഒരാളിന് രോഗം കൊണ്ട് തന്നെ അദ്ദേഹം കുറേ നാൾ ജീവിക്കും. 8ാം ഭാവം സ്ട്രോങ് അല്ല, 6ാം ഭാവവും സ്ട്രോങ് അല്ലാത്ത ഒരാളാണെങ്കിൽ രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെടും. അപ്പോൾ 6ഉം 8ഉം ആണ് ഒരാളുടെ പ്രധാനപ്പെട്ട രോഗവും ആയുസ്സും നിശ്ചയിക്കുന്നത്. ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ ഇപ്പോൾ ലഗ്നത്തിൽ വ്യാഴം ഉച്ചനായി നിൽക്കുന്ന ഒരാളിന് അത്യാവശ്യം ഈ രോഗങ്ങളെ മറികടക്കാം, അതായത് ചികിത്സ ഫലിക്കും. വ്യാഴം അനുകൂലനാണെങ്കിൽ തന്നെ ചികിത്സ ഫലിക്കും. അപ്പോൾ വ്യാഴത്തിന് ബലപ്പെടുത്താൻ പറ്റുന്ന ആളാണ് ഈ വ്യാഴത്തിൻ്റെ സ്ട്രോങ് കൊടുക്കാം. അതുമാത്രമല്ല നമ്മൾ കേരളത്തിൽ പൊതുവെ രോഗം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വഴിപാട് തന്നെ ധന്വന്തര അർച്ചനയാണ്, അതായത് വിഷ്ണു പ്രീതി. വിഷ്ണു എന്ന് പറയുന്നത് വ്യാഴവുമായി റിലേറ്റ് ചെയ്ത. അപ്പോൾ അതിൻ്റെ സ്റ്റോണാണ് ശരിക്കും മഞ്ഞപ്പുഷ്യരാഗം എന്നൊക്കെ പറയുന്നത്. അതും ഞാൻ പറയുന്നു ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ധരിക്കുക. അതുപോലെ ഇപ്പം ഓരോ പ്രൊഫഷൻ, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവണം, സിവിൽ സർവൻ്റ് ആവണം, ടീച്ചർ ആവണം, ഇങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ടെസ്റ്റ് എഴുതുമ്പോൾ അത് പാസ്സാവാതിരിക്കുക, അല്ലെങ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക. പക്ഷേ ഡോക്ടർ ആവണം എന്നുണ്ട് അതെങ്കിലും പൈസ കൊടുത്ത് എവിടെയെങ്കിലും കയറണമെന്നല്ല, ശരിക്കും പഠിച്ച് അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ തന്നെ കോളേജിൽ ചേർന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് സ്റ്റോൺ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാനും പാസ്സാവാനൊക്കെ സാധിക്കുമോ? ഇപ്പോൾ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ വ്യാഴം, അതായത് വ്യാഴത്തിന് എന്നായിരുന്നു ഗുരു, അല്ലെങ്കിൽ 2ൽ ഗുരു നിൽക്കുന്ന ഒരാളിന് ഉപദേശിക്കാനുള്ളൊരു കഴിവുണ്ടാവും. അപ്പോൾ അദ്ദേഹം അധ്യാപകനാവുന്നതാണ് നല്ലത്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു കുട്ടിയുടെ 20ാം വയസ്സിൽ ഓടിക്കൊണ്ടുവന്നിട്ട് സാർ എൻ്റെ മകളെ ഇനി എന്ത് പഠിപ്പിക്കണം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ ജാതകം ഒരു 10ാം ക്ലാസ്സിന് മുന്നേ ഒന്ന് പരിശോധിച്ചിട്ട് ഏത് മേഖലയിലോട്ട് വിടണമെന്ന് കണ്ടെത്താൻ പറ്റും. ഉറപ്പായും കണ്ടെത്താൻ പറ്റും. അപ്പോൾ 2ൽ വ്യാഴം നിൽക്കുന്ന ഒരാളിന് അധ്യാപികയാകാൻ പറ്റും, അല്ലെങ്കിൽ വ്യാഴവുമായി ബന്ധമുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് അധ്യാപികയാകും, ഉപദേശിക്കും. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആ വ്യാഴത്തിന് നല്ല ബലമായിട്ട് 10ൽ കർമ്മസ്ഥാനവുമായിട്ട് സൂര്യനുമായിട്ടും കൂടെ ബന്ധം വന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വൈദ്യബന്ധമായി ഡോക്ടറാകാൻ പറ്റും. അതിന് ചൊവ്വ ബന്ധം കൂടെ വന്നു കഴിഞ്ഞാൽ ആയുധം ഉപയോഗിക്കുന്ന ഡോക്ടറായിട്ട് മാറാൻ പറ്റും, അതായത് സർജനാകാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഹിൻസ് ഇതിൽ നിന്ന് കിട്ടും.
2-ൽ ബുധൻ നിൽക്കുക, അല്ലെങ്കിൽ ബുധൻ ഉച്ചത്തിൽ ഭദ്രായോഗം എന്ന് നിൽക്കുന്ന ഒരാളിന് അതായത് ബുദ്ധിപരമായി അദ്ദേഹത്തിന് പഠിച്ച് നല്ല പണ്ഡിതനായിട്ട് ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് ശാസ്ത്രജ്ഞനാകാനും സയൻറ്റിസ്റ്റ് ആകാനും പറ്റും. അതുപോലെ വക്കീലാകണമെങ്കിൽ നല്ല കളവ് പറയാൻ പറ്റണം. അപ്പം 2-ൽ രാഹു നിൽക്കുന്ന ഒരാൾ, 2-ൽ കേതു നിന്നാൽ പറ്റത്തില്ല. 2-ൽ രാഹു നിൽക്കുന്ന ഒരാളിന് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടെ ഉണ്ടെങ്കിൽ നിയമേന കളവ് പറഞ്ഞ് വിജയിപ്പിക്കാൻ പറ്റുന്ന ആളായിരിക്കും. അല്ല വെറുതെ 2-ൽ രാഹു മാത്രം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കള്ളം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 2-ൽ രാഹുവിന് വ്യാഴബന്ധം നിന്ന് കഴിഞ്ഞാൽ നിയമേന കളവ് പറഞ്ഞ് വിജയിപ്പിക്കാൻ പറ്റും. ആ വ്യാഴത്തിന് ഉച്ചബന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് ന്യായാധിപനാവാൻ പറ്റും. അതാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഈ 9 ഗ്രഹങ്ങളുടെ കണക്ഷൻസ് ആണ്. ഈ കണക്ഷൻസിൽ അറിയാം അദ്ദേഹം എന്താവാൻ പറ്റും. 10-ാം ഭാവത്തിന് ബുധനുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, നിങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-99 കറക്റ്റായിരിക്കും. അത് ജ്യോതിഷത്തിന് തീരെ കറക്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ അല്പജ്ഞാനം വെച്ച് ജ്യോതിഷത്തിന് ബോർഡ് വെച്ചിരിക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ കേരളത്തിൽ ഞാനിപ്പോൾ കോഴിക്കോട് ആണ് ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. കൊട്ടാരക്കര കോഴിക്കോട് വരെ വരുന്നതിനിടയ്ക്ക് ഒരു 1000-ഓളം ബോർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ടാകും. ഈ 1000-ഓളം ബോർഡുകളിലും ആൾക്കാർ ചെല്ലുന്നുണ്ടാവും. പക്ഷേ ഇവർക്ക് ആർക്കാണ് ഈ കൃത്യമായ അറിവുകൾ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഈ കോഴിക്കോട് നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കും. ഇവിടെ നിന്ന് ഒത്തിരി പെൺകുട്ടികൾ തന്നെ, അതായത് സാർ എൻ്റെ ചൊവ്വാദോഷം കണ്ട് ഞാൻ സ്നേഹിച്ച ആളിന് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ അമ്മയോടും പയ്യൻ്റെ അമ്മയോടും സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ വിളിക്കും. ഞാൻ എത്ര പേരെ കൺവിൻസ് ചെയ്ത് പറ്റുന്നതെന്നറിയും. കാരണം ഇവർക്കെല്ലാം ഒരു മിസ്ഗൈഡിങ്ങുകളുണ്ട്. ഇതിൽ നിന്ന് മാറിയാലും ശാസ്ത്രം എന്താണെന്ന് ആരും ഇവർക്കാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഈ ബോർഡുകൾ കണ്ടല്ല ശരിക്കും നിങ്ങളൊരു ആളിൻ്റെ ആ ശാസ്ത്രബോധം കൂടെ അറിഞ്ഞു വേണം നിങ്ങൾ ജ്യോതിഷത്തെ കൺസൾട്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഒരു അസുഖം വന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു ഡോക്ടറുടെ ബോർഡ് കണ്ടല്ലല്ലോ കയറുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കും. അതായത് അദ്ദേഹത്തിന് നേരത്തെ ഒന്നുകിൽ കൈപ്പുണ്യമുള്ള ആളാണെന്ന് അന്വേഷിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഇതുകുറിച്ച് തന്നെ ഇതൊന്നും അന്വേഷിക്കാനും പലരും ജ്യോതിഷം എന്ന് പറയുന്നത്. ഇപ്പോൾ MBBS കഴിഞ്ഞൊരു പെണ്ണിൻ്റെയും ജാതകം നോക്കുന്നത് 10-ാം ക്ലാസ്സിൽ തോറ്റ ജ്യോതിഷനായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെയാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ജ്യോതിഷം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് അകന്നു പോകും. ഇപ്പോഴത്തെ തലമുറ ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. ഇതിനെ ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് ഞാൻ ഫിസിക്സ് പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം എതിർത്തിരുന്ന ആൾ തന്നെയാണ്. മനസ്സിലാക്കി വരുമ്പോഴേ നമ്മളിത് എന്താണ് ജ്യോതിഷം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 2-ൽ രാഹു നിൽക്കുന്ന ഒരാൾ അത് പറ്റും, LLB എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വളരണം. എന്നാൽ 12-ൽ ചൊവ്വ നിൽക്കുന്ന ഒരാളാണ് ഈ ബന്ധനയോഗം കിടക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ജയിൽവാസം ആയിപ്പോവും. ഇതൊക്കെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് അറിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. ഇപ്പോൾ ഒരാളിനെ ഒരു അടി ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ജയിൽവാസം വരുന്നത്. അടി ഉണ്ടാകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു യോഗമുണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഉത്ബോധം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് മറികടക്കാൻ പറ്റും. അപ്പോൾ ജ്യോതിഷം കൗൺസിലിങ്ങിലൂടെ ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം. ആ ചെറിയ പ്രായത്തിൽ തന്നെ അറിഞ്ഞിരുന്നാൽ ശരിയായ സമയത്ത് തിരിച്ചറിയുകയും ഒരു പരിഹാരം നിർദ്ദേശിക്കുകയും ഓരോ നിർദ്ദേശങ്ങൾ ശരിയായി പാലിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിജയിക്കും. കാളസർപ്പമുള്ള ഒരാളിന് അതിൻ്റെതായ തരത്തിലുള്ള രത്നങ്ങൾ ധരിച്ച് ആ ഗ്രഹങ്ങളെ ബാലൻസ് ചെയ്താലേ അദ്ദേഹത്തിന് തന്നെ മറികടക്കാൻ പറ്റും. കാളസർപ്പം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർക്കും കാളസർപ്പം ഉണ്ടായിരുന്ന ആളാണ്. കാളസർപ്പ യോഗവും ദോഷവും രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അപ്പൊ ഈ കാളസർപ്പം എന്ന് പറഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ ജീവിതം വെച്ച് തന്നെ അറിയാൻ പറ്റും. അതായത് സെഞ്ചുറി അടിക്കാറാകുമ്പോൾ നമ്മുടെ ഇന്ന് പോകും. ഇപ്പൊ 99-98 എത്രയോ പ്രാവശ്യം സച്ചിൻ ഔട്ടാകും. അതായത് ഫലം കിട്ടാറാകും നമ്മുടെ കയ്യിൽ നിന്ന് ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് കാളസർപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ജോലി, ആരോഗ്യമൊക്കെ പറഞ്ഞു. ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ പ്രസരിപ്പും അങ്ങനെയൊക്കെയുള്ള പുഷ്ടിയും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള രത്നങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബ്യൂട്ടി കൺസെപ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളും ക്രിസ്റ്റൽസുകളും ഉണ്ട്. നമ്മുടെ ആ പോസിറ്റീവ്, പ്രധാനമായിട്ട് നമ്മളുടെ ആ പോസിറ്റീവ്നെസ് വരുമ്പോൾ തന്നെ നമ്മുടെ സൗന്ദര്യവും വർദ്ധിക്കും. ഇപ്പോൾ ഡള്ളായിട്ടിരിക്കുന്ന ഒരാളിൻ്റെ ആ ഡൾനെസ് മാറ്റിയാൽ തന്നെ അദ്ദേഹത്തിന് സൗന്ദര്യമാണ്. എത്ര കറുപ്പായിട്ടിരുന്നാലും വിരൂപനായിട്ടിരുന്നാലും അദ്ദേഹത്തിന് ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിരി ഉണ്ട്. പേഴ്സണാലിറ്റി, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിരി, ഒരു സ്മൈലിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം മാറുകയാണ്. പിന്നെ ചേച്ചി ഉദ്ദേശിച്ചത് സ്കിൻ ടോൺ പോലുള്ളതാണ്. ഇപ്പൊ പെരിഡോട്ട് എന്ന് പറഞ്ഞത് ഒരു സ്റ്റോൺ ഉണ്ട്. പിന്നെ അക്വാമറൈൻ, ഇതെല്ലാം സ്കിൻ ടോൺ നിലനിർത്താൻ പറ്റും. പിന്നെ സിട്രിൻ പോസിറ്റീവ് വൈബ്സ് നിലനിർത്താൻ പറ്റുന്നതാണ്. ഇപ്പം ബിസിനസ്സുകാരായ ഒരുപാട് സ്ത്രീകളുടെ കയ്യിൽ ഞാൻ സിട്രിൻ അവർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെയുള്ള മുൻനിരയിൽ നിൽക്കുന്ന ചില ബിസിനസ് സ്ത്രീകൾക്ക് സിട്രിൻ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ സൗന്ദര്യവുമായി കൺസെപ്റ്റ് ചെയ്ത് ചിലർ വരാറുണ്ട്. സാർ എനിക്ക് ആ ബ്യൂട്ടി കൺസെപ്റ്റ്, അതായത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ചില ഫിലിം രംഗത്തോ സിനിമാ രംഗത്തൊക്കെ ഉള്ളവർക്ക് അതുമായി റിലേറ്റ് ചെയ്ത സ്റ്റോൺസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പലർക്കും അജ്ഞത ഒരു കാര്യമാണ് അലക്സാൻഡ്രൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോൺ. അതായത് നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നമ്മൾക്കൊരു ഭയങ്കരമായ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ വിലയും അങ്ങനെയാണ്. അലക്സാൻഡ്രൈറ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തി ആയിട്ട് റിലേറ്റ് ചെയ്താണ് അത് പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴ്പ്പെടുത്തിയല്ലോ. അപ്പം നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയാണോ ആ മേഖലയിൽ നമുക്ക് നേട്ടം കൈവരിക്കാനായിട്ട് ആ സ്റ്റോൺ ധരിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ അലക്സാൻഡ്രൈറ്റ് വാങ്ങാൻ പറ്റുന്നത്. നല്ല വിലയാണ്. ഇപ്പം സംഗീത മേഖലയിൽ നിൽക്കുന്ന ഒരാൾ ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് അങ്ങനെ അലക്സാൻഡ്രൈറ്റ് എന്ന സ്റ്റോൺ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെയും വ്യക്തികളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഓരോ പർപ്പസിനായിട്ടും നമ്മളിതിൽ ഡീപ്ലി ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ പർപ്പസിനായിട്ട് ഇത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ സാർ ഷൈൻ പറഞ്ഞ പോലെ ടെക്നുകൾ ധരിക്കുമ്പോൾ അത് 1-2 ദിവസം ധരിക്കുമ്പോഴുള്ള മാറ്റമല്ല, അത് സ്ഥിരമായി ഉപയോഗിക്കുകയും പിന്നെ അതിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന രീതി ക്ലെൻസ് ചെയ്തൊക്കെ ധരിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഫലിക്കുക തന്നെ ചെയ്യും. 100% ഞാൻ പറയുന്നത്. 99 അല്ല, 100% ഞാൻ എൻ്റെ ഫലം പറയുന്നത്. ഒരുപാട് പേരുടെ അവരുടെ ലൈഫിലെ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ 5 വർഷം കൊണ്ടുള്ള കാര്യമാണ്, നമ്മുടെ വീഡിയോ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അതിനു മുന്നേ 13 വർഷം കൊണ്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ആ വീഡിയോയിലൂടെയാണ് ഞാൻ ഒരു ജമോളജിസ്റ്റ് ആണെന്ന് ഈ കേരളത്തിൽ അറിയുന്നത് തന്നെ ആ വീഡിയോയിലൂടെയാണ്. അതിനുശേഷം മാറ്റം വരുത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോരുത്തരായിട്ട് പേര് പറയാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുമുണ്ട്. എന്നാലും ഈ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തു നിന്നും ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് നമുക്കിനി രക്ഷയില്ല എന്ന തരത്തിൽ അവസാനം എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നവരുണ്ട്. അല്ലാത്ത സാധാരണക്കാരായ ആൾക്കാരുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഷൈൻ പണിക്കർ സാറിനോട് ഒന്ന് സംസാരിച്ചിട്ട് എന്ത് പറയുന്നു അറിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ പേര് ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒത്തിരി പേര്. ഈ ജമോളജി എന്ന് പറയുന്ന ശാസ്ത്രമാണെങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ കിടപിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും വേണം, ശാസ്ത്രവും വേണം വിശ്വാസവും വേണം. രണ്ടും ഇടകലർന്ന് നന്നായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ വിജയം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രത്നങ്ങൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ഗ്രഹനില നോക്കി പരിശോധിച്ച് ശരിയായ രത്നം ധരിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഷൈൻ പണിക്കരെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. വർഷങ്ങളായിട്ട് നടത്തി പോരുന്നുണ്ട്, വെളിയിലും വിദേശത്തും നമ്മുടെ കേരളത്തിലുമായിട്ട് നടത്തി പോരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ലഭിക്കുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. ഇതൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.